പടത്തിലെ സംവിധായകനെ കുറിച്ചൊരു ഒരു പടത്തിന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ സംവിധായകനായിട്ട് പോകണ്ടല്ലോ, ഇന്നൊരു സംവിധായകൻ വന്നില്ല. സംവിധായകന്റെ പേര് സിദ്ദിഖ് മേഗോൺ എന്നാണ്. ഞങ്ങൾ SM എന്ന് പറഞ്ഞൊരു ഷോർട്ട് പേരിലാണ് പോസ്റ്ററിലൊക്കെ കാണുക. അപ്പോൾ അത് SM എന്നാണ് അതിന്റെ ഷോർട്ട് ഫിലിം നെയിമായിട്ട് ഇട്ടിരിക്കുന്നത്. സിദ്ദിഖ് മേഗോൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മളെ കൂടെയുള്ള ഒരു സുഹൃത്താണ്, നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തു, ചർച്ച ചെയ്തു. നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റിന്റെ കൂടുതൽ 3 ഇരട്ടിയിലൊക്കെ കൂടുതൽ പോയി. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കുക എന്നുള്ള ഇത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെന്താ പറയാ പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി. ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ നിന്നൊക്കെ ഒരുപാട് കാശ് വേറെ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങി. അത് നമ്മൾ പോലും അറിഞ്ഞിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ ഒരു സ്വന്തം അനുജനെ പോലെയൊക്കെ സ്നേഹിച്ചതുകൊണ്ടും സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായിപ്പോയി മൊത്തത്തിലെല്ലാം. അപ്പൊ അത് നമ്മൾ അവരോട് ചോദിച്ചു. അപ്പൊ അങ്ങനെ പടം റിലീസാവുന്നതിനെക്കാട്ടി മുന്നേ നമുക്കൊന്ന് തോന്നിയിരുന്ന് സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു. പക്ഷെ മുമ്പരങ്ങനെ ഒരു പിടുത്തം തരാതെ മാറി മാറി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമയിലുള്ള ഈ പേര് പറഞ്ഞ ലീച്ച് അട്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് പടം തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം, കണക്ഷൻസ് ഉണ്ട്, ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മളെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ്. പക്ഷെ വർക്കിന്റെ വയസ്സിലൊന്നും അയാളൊരു മോശമായിട്ടുള്ളൊരു വർക്കും ചെയ്തില്ല. എല്ലാം നല്ല വർക്കിന്റെ കാര്യത്തിൽ ക്വാളിറ്റിയുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട് പ്രൊജക്ട്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയൊരു സാമ്പത്തിക പ്രശ്നം നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു, നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമുക്കൊന്ന് വന്നിരുന്ന് സംസാരിക്കണം, എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് തയ്യാറായില്ല. ഇപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലീഗലായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ. ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ സോങ് അതുപോലെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും നമ്മളിത് രണ്ടും ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് ഇന്നലെ കഴിഞ്ഞു. അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ അന്ന് മുതൽ തന്നെ നമ്മളെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം സഹകരിക്കാത്തതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചതികൾ കാണിച്ചതുകൊണ്ടും നമ്മളെ കൂടെയുള്ള ടെക്നീഷ്യന്മാരായാലും നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേര് വെക്കേണ്ട, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാം, അതുപോലെ ചിലപ്പോൾ ഇത് ആ പേര് വെച്ചിട്ട് പിന്നെ വേറൊരു പ്രൊഡ്യൂസറെയും കൂടി പറ്റിക്കാൻ നിൽക്കണ്ട എന്നുള്ളൊരു സൂചന എല്ലാം കൊടുക്കാമെന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ നമ്മളത് അദ്ദേഹത്തെ ഇപ്പൊ കാണാത്തത്. പക്ഷെ വർക്കിന്റെ വയസ്സിന് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കംപ്ലൈൻസ് ഉണ്ട്. ചെയ്ത വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അല്ലല്ലോ, നമ്മൾ പറ്റിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റിലേക്ക് പോയി. അതുപോലെ ഇൻവെസ്റ്റർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ടീമായിട്ടായിരുന്നു വർക്ക് ചെയ്തത്.